അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് ഇവിടെ ഒരു ഊട്ടുപുര എന്നുള്ള ഒരു ഹോട്ടലിലാണ്. അതിപ്പോൾ തുടങ്ങിയിട്ട് ഒരാഴ്ചത്തെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം അല്ലേ? ഓക്കെ, ഓൾവേസ് മുത്ത് ബ്ലോഗ്. എന്താണ്, സുഖല്ലേ? എന്താണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എവിടെ വരുന്നത്? ഭക്ഷണമൊക്കെ അടിപൊളിയല്ലേ? ഊട്ടുപുരയിലത്തെ ഭക്ഷണം കുഴപ്പമില്ല. എന്തെങ്കിലും ഊട്ടുപുരയിലത്തെ ഭക്ഷണം എങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചല്ലായിട്ടുള്ളൂ അല്ലേ? ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഊട്ടുപുരയിലത്തെ അടുക്കളയിൽ ഒന്ന് പോയി നോക്കട്ടെ എന്താ പരിപാടി എന്നുള്ളത് ഒന്ന് അറിയാലോ. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ചെമ്മീൻ റോസ്റ്റാന്നാണ് പറയുന്നത്. ഇത് അതിലത്തെ തൊട്ടുകറികളാണ്, അച്ചാറ്, ഉപ്പേരി, പിന്നെ അതിലെ ഇതെന്താണ് മോര്, ഇത് വേറെ ഒരു ഇതാണ് ഇല, ഇത് അടു അല്ലേ? കൊടുത്തുണ്ട്, കേര. നമ്മളിവിടെ പൊറാട്ട, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതുണ്ട്. പൊറാട്ട ഉണ്ടാക്കുന്ന ഉസ്താദാണിത്. അപ്പോൾ വേറെ ഊണിൻ്റെ തിരക്കാണ് ഇപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊടുക്കും. ഓക്കെ, സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വിശേഷങ്ങളൊക്കെ? എവിടെ വരുന്നത്? പൊന്നാനി. അപ്പോൾ നമ്മളെ ഊട്ടുപുരയിലത്തെ ഭക്ഷണം ആദ്യമായിട്ട് കഴിക്കണോ? അതെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഉഷാർ തന്നെ, കുഴപ്പമൊന്നുമില്ല അല്ലേ? എന്താണ് ഫ്രൈ ഒക്കെ വാങ്ങി? ചെമ്മീൻ ഫ്രൈ വാങ്ങി അല്ലേ? അയില സൂപ്പറല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കൊരു ബിരിയാണിയാണ് വാങ്ങിയത് അല്ലേ? ബിരിയാണി അച്ഛാ? ഓക്കെ, സൂപ്പറാ, അടിപൊളി. വേറെ എന്താണ് അഭിപ്രായങ്ങളൊക്കെ? അപ്പോൾ ഊട്ടുപുര ഉഷാറാണ്, അടിപൊളി. പാർക്കിംഗ് സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉണ്ട് ഇവിടെ. പാർക്കിംഗ് അത്യാവശ്യം ഇവിടെ ഇതൊക്കെ പാർക്കിംഗ് സൗകര്യമാണ്. പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും പാർക്കിങ് ചെയ്യാനൊക്കെ നല്ല ഒരു സൗകര്യമുള്ളതാണ്. ചില ആൾക്കാർക്ക് പാർക്കിംഗ് സൗകര്യമാണ് കുറച്ച് പ്രശ്നമുള്ളത്. അപ്പോൾ അതിവിടെ അടിപൊളി പാർക്കിംഗ് ഉള്ള സ്ഥലമാണ്. പിന്നെ സുഖല്ലേ? ഊട്ടുപുരയിലെ ഭക്ഷണം കഴിച്ചാ? അടിപൊളി തന്നെ. നിങ്ങളുടെ സ്ഥലം? മംഗലം. ആ, അപ്പോൾ വരണ വരെ ഇത് കയറി. ആ, എന്നിട്ടാ? ആ, ഓക്കെ. നിങ്ങളെല്ലാവരും തന്നെയാണ് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഊട്ടുപുരയിലെ ഭക്ഷണം അഭിപ്രായങ്ങളൊക്കെ ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി അഭിപ്രായം. ഫ്രൈ വാങ്ങി. ഇതെന്താ ഫ്രൈ? ആ, ചെമ്മീൻ ഫ്രൈ ആണ്. ഓക്കെ. എന്താണ് സാറേ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? ഭക്ഷണമൊക്കെ ഭക്ഷണം ഓക്കെ അല്ലേ? ഊട്ടുപുരയിലെ ഭക്ഷണം. താങ്ക് യു. പിന്നെ എവിടുന്ന് വരണേ? പടിഞ്ഞാറക്കര. എന്താ പണി? കൽപ്പന തോന്നുന്നു അല്ലേ? സെൻട്രിങ്ങിൻ്റെ. ആ, അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചല്ലേ? ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ 2-3 ദിവസമായി തുടങ്ങിയിട്ട് അഭിപ്രായം ആയോണുള്ളൂ അല്ലേ? ഇന്നിപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഇങ്ങനെ അടിപൊളിയല്ലേ? എന്താ ഫ്രൈ വാങ്ങി? ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, വറ്റുണ്ട്. ആ, ഓക്കെ ഓക്കെ.
അപ്പം നിങ്ങൾ വാങ്ങിയതാണ്. അപ്പം എന്തായാലും ഉഷാറന്നെ. ചിക്കൻ ബിരിയാണി അല്ലേ? നിങ്ങളെ വീട് ഇവിടെ അടുത്ത് തന്നെ അല്ലേ? വെരി ഗുഡ്. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുതിട്ടാ. എന്താണ് ചാനലിൻ്റെ പേര് അറിയോ? ചോദിക്കണ്ടേ? ഓൾവേസ് മുത്ത് ബ്ലോഗ്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് സാറേ, സുഖല്ലേ? യൂട്യൂബറിലെ ഭക്ഷണമൊക്കെ കഴിച്ചാ? എവിടെ ഇവിടെ ജോലി? അപ്പോൾ യൂട്യൂബറിലെ ഭക്ഷണമൊക്കെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ എന്നും ഇങ്ങോട്ട് വരാമല്ലോ അല്ലേ? എന്തൊക്കെയാണ് സാറേ, എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? എന്താ വിശേഷം? എവിടുന്ന് വരണേ എല്ലാവരും മൂന്നാളും? നിങ്ങളുടെ അടുത്താ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഊട്ടുപുരയിലാണല്ലേ? അപ്പോൾ ഊട്ടുപുര 2-3 ദിവസമായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? അല്ല അടിപൊളിയല്ലേ? പിന്നെ അതല്ല, നമ്മൾ ഇവര് എല്ലാവരും വീട്ടുകാരാണ്, പുറത്തുനിന്ന് ആരുമില്ല. അതാണ് പ്രത്യേകത ഇതിൻ്റെ. ഭാര്യ, ഭർത്താവ്, പിന്നെ മകള്, അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ. അപ്പം മാഡം അടിപൊളിയല്ലേ? ഉഷാറന്നെ? ഫീഡ്ബാക്ക് ഒക്കെ അടിപൊളി. ഓക്കെ അല്ല വിചാരിച്ചു. ഓക്കെ ദെൻ താങ്ക് യു. ഓക്കെ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾവേസ് മുത്ത് ബ്ലോഗ്. ബൈ. വിശേഷങ്ങളൊക്കെ സുഖം? അപ്പോൾ ഊട്ടുപുരയിലത്തെ ചോറൊക്കെ അടിപൊളി തന്നെ അല്ലേ? ഓക്കെ താങ്ക് യു. പിന്നെ ഭക്ഷണം കഴിക്കാൻ നിൽക്കാവോ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഊട്ടുപുരയിലെ ഭക്ഷണം നമ്മളിപ്പോൾ കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 2:30 മണിയായി. ഇപ്പോൾ എല്ലാവരും ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കൂട്ടുകറികളാണ് ഇപ്പോൾ വിളമ്പേണ്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ എന്താ സംഭവം? എലിശ്ശേരി. ഇതോ കാളൻ. പച്ചടി എന്ന് പറയും. ഈ ഒരുവിധമൊക്കെ തീർന്നിരിക്കുന്നത്. പക്ഷേ എന്നോട് ആദ്യം മുതൽ ഇരിക്കാൻ പറയും. പക്ഷേ ഞാനിരിക്കണ്ടേ? എനിക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ എടുക്കാനുള്ള കാരണം ഞാനിപ്പോൾ ലാസ്റ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഊട്ടുപുരയിലുള്ളത്. അപ്പോൾ നമ്മളൊന്ന് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതാണ് നമ്മളതിൻ്റെ ഓണർ, മുതലാളിയാണ്. ആയിക്കോട്ടെ. അപ്പോൾ അത് സുഹൃത്തുക്കളെ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. ഇവർ കുടുംബക്കാർ തമ്മിൽ എല്ലാവരും സ്റ്റാഫുകളാണ് ഇവിടുത്തെ. മീൻകറി വെച്ചോളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, മീൻകറിയും തീർന്നിക്കണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കിട്ടിയാണ്. അപ്പോൾ നമുക്കത് മതി. ഉള്ളതായിട്ട് ഓണം മാതിരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നിങ്ങളെ ഉഷാറാക്കല നമ്മളെ ആവശ്യം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ചെമ്മീൻ റോസ്റ്റാണ്. ഇതും ചെമ്മീൻ റോസ്റ്റ് തന്നെയല്ലേ? ചെമ്മീൻ റോസ്റ്റ്. ഇത് ചൂര വറുത്തത്. ഇത് നമ്മളെ അടു. അതിനെ കഴിഞ്ഞിരിക്കുന്നു. എനിക്കൊരു കൂടുതലിൻ്റെ കഷ്ണം മതി. എനിക്ക് കൂടുതലും അടുണ്ട്. എനിക്ക് കൂടുതലിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. മീനും കൂടി വാങ്ങിക്കണം, മുതലാളി ഞാനും കൂടി. എന്താണ് ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം അടിപൊളിയാണ്. ഞാനിത് അപേക്ഷിച്ചില്ല, ഒരുപാട് ഹോട്ടലിൽ പോയിട്ടുണ്ട്. ഇവിടെ 4-5 ചേച്ചിമാരുണ്ടാക്കുന്ന ഭക്ഷണം സൂപ്പറായിട്ട് ഞാൻ ഇന്നാണ് ഇവരെ അറിയുന്നത്. ഇവിടുന്ന് കഴിച്ചപ്പോൾ അടിപൊളി ഭക്ഷണം, സൂപ്പറായിട്ട് വന്നു. അപ്പോൾ എവിടെ സ്ഥലം? ഞാൻ ഇവിടെ കായക്കച്ചവടം ചെയ്യുന്ന നിങ്ങളാണല്ലേ? അത് ശരിയാണ്. 10-22 വർഷമായിട്ട് ഇവിടെ എല്ലാ ഹോട്ടലിലും പോയി കഴിക്കുന്ന ആളാണ്. ഞാൻ ഇന്നാണ് ഇവിടെ ഹോട്ടലിൽ വന്നത്. അപ്പൊ നിങ്ങൾ ഊട്ടുപുരയിലത്തെ ആളായി മാറി അല്ലേ? അപ്പൊ ലൊക്കേഷൻ വരുന്നത് ഞാൻ ഐശ്വര്യ തിയേറ്ററിന്റെ അടുത്ത് ഓപ്പോസിറ്റ് തന്നെ. എടപ്പാളിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ്, പൊന്നാനിയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ്. ഓക്കെ താങ്ക് യു. എടപ്പാളിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റും, പിന്നെ അതുപോലെ തന്നെ പൊന്നാനിയിൽ നിന്ന് വരുമ്പോൾ റൈറ്റുമാണ് ഈ സ്ഥലമുള്ളത്. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറയുന്നത് ഇവിടെ ബിരിയാണിയും കൂടി ഉണ്ട്. ബിരിയാണി നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലും പിന്നെ നമ്മളെ പശുവിൻ നെയ്യിലാണ്. ഡാൽഡ എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾ പ്രത്യേകം മീൻകറി വെച്ചിട്ടാണ്. ലേശം മതി. ഓക്കെ, ഞാൻ കഴിച്ചു നോക്കാം. ആണ് പച്ചടിയിട്ടാണ്. ഇത് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. ബീറ്റ്റൂട്ട്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ ലൈവ് ഇട്ടിരിക്കുന്നു. ഫേസ്ബുക്കിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ലൈവ് നമ്മൾ ഓൾവേസ് മുത്തു ബ്ലോഗ്. താങ്ക് യു. ഊട്ടുപുരയിലുള്ള ഭക്ഷണത്തിന് ഇപ്പോൾ നമ്മളിവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഇരിക്കൽ തുടങ്ങിയപ്പോഴാണ് തിരക്കൊക്കെ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. 4 മണിക്ക് ശേഷം ഇനി കൊടുക്കുന്നത് പൊറാട്ടയും ബീഫ് റോസ്റ്റാണ് കൊടുക്കുക. ആ ചിക്കൻ കറി അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഇത് മുതലാളിയാണ്, ഇത് ഇവിടുത്തെ മറ്റുള്ള ചേച്ചിമാരാണ്, ഇവരൊക്കെ കുടുംബക്കാർ തന്നെയാണ്. ഇതൊക്കെ മുതലാളിമാരാട്ടോ. അതൊന്നും പുറത്തെ ആൾക്കാരാരുമില്ല. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഊട്ടുപുര നിങ്ങൾ ആരും മറക്കണ്ട. നമ്മൾ എടപ്പാളിൽ നിന്ന് വരുമ്പോൾ റൈറ്റ്, ലെഫ്റ്റ്, പൊന്നാനിയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ്, ഐശ്വര്യ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 3-4 ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, മറക്കരുത്. ഓക്കെ, ഓൾവേസ് മുത്തു ബ്ലോഗ്. എന്തൊക്കെയാണ് എന്താ പേര്? അനിൽ. സ്റ്റുഡിയോയിൽ 10 കൊല്ലമായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ എന്തായാലും നല്ല സംഗതിയാണ് കേട്ടോ, നല്ല സംരംഭമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഭക്ഷണമൊക്കെ. എല്ലാവരും ഉള്ള അഭിപ്രായമൊക്കെ നമ്മളോട് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഓക്കെ, താങ്ക് യു.